നബിയനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുകയാണ്, ഒരു പെണ്ണ് 5 വഖത്ത് കൃത്യമായി അദായി നമസ്കരിച്ചാൽ, പരിശുദ്ധമായ റമളാനിലെ 30 നോമ്പ് അനുഷ്ഠിച്ചാൽ, സ്വന്തം ഭർത്താവിന് ഖിദ്മത്ത് എടുത്തുകൊണ്ട് കഴിഞ്ഞുകൂടിയാൽ, സേവനം ചെയ്തുകൊണ്ട് കഴിഞ്ഞുകൂടിയാൽ സ്വർഗ്ഗത്തിൽ പ്രവേശിക്കുമെന്ന് ഹബീബുനാ ഷഫീഉനാ റസൂലുള്ളാഹി. എന്താ പറഞ്ഞത്? 3 കാര്യം. ഒന്ന്, 5 വഖത്ത് നിസ്കാരം. ബാങ്ക് വിളിക്കുമ്പോ അക്കുറയിട്ടിട്ട് ആദ്യ വഖത്ത് നിസ്കരിക്കണം. മുഹർ അസ്റിനോട് ചേർത്ത് വെച്ചിട്ടല്ല, പെട്ടെന്ന് ശുദ്ധീകരിച്ച് പെട്ടെന്ന് തന്നെ കുളിച്ചിട്ട്. പിന്നെ അങ്ങനെയൊന്നും വേണ്ട. അതിന് നിനക്ക് വലിയ ശുദ്ധി ഒന്നും ഉണ്ടായില്ലല്ലോ, എന്തിനെങ്ങനെ നീ അങ്ങനെ മാറിയിരിക്കുന്നത്? ഈ അടുക്കളയെ പെരുമാറിയതിൻ്റെതാകുന്ന അശുദ്ധിയല്ലേ ഉള്ളൂ, അത് കഴുകിയാൽ പോകുന്നുള്ളൂ. ഈ അടുക്കളയെ തന്നെ പെരുമാറിയിട്ടാണ് ഇവിടെ ആയിഷ ബീവിയും ഫാത്തിമ ബീവിയും ഒക്കെ കഴിഞ്ഞു പോയത്. നമ്മുടെ പെണ്ണുങ്ങൾ മാത്രം എന്തിനാ ഇങ്ങനെ അസർ വരെ പിന്തിച്ച് മഗ്‌രിബ് വരെ പിന്തിക്കുന്നത്? അത് കളാക്കുമല്ലേ. നിസ്കാരം വെറുതെ പിന്തിപ്പിക്കുന്നത് എന്തിനാ? ഇനി അങ്ങനെ ഉണ്ടെങ്കിൽ നേരത്തെ കുളിക്ക്. സുബഹി മുതൽ ദുഹർ വരെ സമയം ഉണ്ടായിട്ട് കുളിക്കാത്തവള് പിന്നെ ഇതിന് അസറാകുമ്പോൾ ഒരു കുളി അത് വേണ്ടല്ലോ. ദുഹറിന്റെ സമയത്ത് നേരത്തെ കുളിക്ക്. ദുഹറിന് മുമ്പ് തന്നെ കുളിച്ച് ആ ബാങ്ക് വിളിക്കുന്ന സമയത്ത് അവ്വൽ വഖത്ത് നിസ്കരിക്ക്. അല്ലാഹു തൗഫീഖ് തരട്ടെ. വീട്ടിൽ നിസ്കാര മുറി ഉണ്ടല്ലോ, ബാത്തെടുക്കാൻ സ്ഥലമുണ്ടല്ലോ, അത് വേണ്ടത് തന്നെയാണ്. കാന യഅമുറുനാ ബിൽ മസാജിദി അൻ നസ്നഅഹാ ഫി ദിയാരിനാ വനുസ്ലിഹ സൻഅതഹാ വനുതഹിറഹാ. സഹാബത്ത് പറയാണ്, സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഞങ്ങളുടെ വീടുകളെ പള്ളിയാക്കാൻ വേണ്ടി പരിശുദ്ധ പ്രവാചകൻ കൽപ്പിച്ചിരുന്നു. വീട്ടിലെ റൂം പ്രത്യേകമായി തരംതിരിക്കുക, നിസ്കാരത്തിന് വേണ്ടി റൂം സജ്ജീകരിക്കുക. കാരണം അശുദ്ധിയുള്ളതാകുന്ന അവസ്ഥയിൽ ഒരുപക്ഷെ നീ പനസ്ഥലത്തൂടെ നടന്നിട്ടുണ്ടാകാം, അശുദ്ധി വരുത്തിയിട്ടുണ്ടാകാം, നിനക്കൊരു ബുദ്ധിമുട്ടാകണ്ട. അതിനുകൊണ്ടൊരു പ്രത്യേകമായ ഒരു സ്ഥലം തഅയീൻ ചെയ്യൻ, വ്യക്തമാക്കി. കാന യഅമുറുനാ ബിൽ മസാജിദി അൻ നസ്നഅഹാ ഫി ദിയാരിനാ. ഞങ്ങളുടെ വീടിന്റെ അകത്തളങ്ങളിൽ നിസ്കരിക്കാൻ വേണ്ടി പ്രത്യേകമായ ഒരു സ്ഥലം തഅയീൻ ചെയ്യാൻ, വ്യക്തത വരുത്താൻ അല്ലാഹുവിന്റെ റസൂൽ ഞങ്ങളോട് കൽപ്പിച്ചിരുന്നു. വനുസ്ലിഹ സുൻഅതഹാ. ആ പണിയുന്നത് നല്ല വൃത്തിയായി ചെയ്യുവാനും റസൂലുള്ളാഹി പറഞ്ഞിരുന്നു. വനുതഹിറഹാ. അതിനെ ഇടയ്ക്കിടയ്ക്ക് ശുദ്ധീകരിക്കുവാനും റസൂലുള്ളാഹി കൽപ്പിച്ചിരുന്നു. അപ്പൊ അങ്ങനത്തെ സ്ഥലമുണ്ടല്ലോ, അവിടെ റാഹത്തായി നിസ്കരിക്കും. അവിടെ നിസ്കരിക്കുക, 5 വഖത്ത് കൃത്യമായി നിസ്കരിക്കും. റമളാനിലെ നോമ്പ് അത് കൃത്യമായിട്ട് ആ 30 നോമ്പ് അങ്ങ് അനുഷ്ഠിക്കും. സഹോദരിമാര് ശ്രദ്ധിച്ചോ, വിടാതെ ശ്രദ്ധിക്കും. അശുദ്ധി വരുന്ന കേട്ടോണ്ടെങ്കിൽ റമളാൻ കഴിഞ്ഞ് ഉടനെ തന്നെ നോറ്റുവീട്ടിൽ ശവ്വാൽ മാസത്തിൽ തന്നെ നോറ്റുവീട്ടിൽ നീട്ടിക്കൊണ്ട് പോകണ്ട. പെരുന്നാൾ കഴിഞ്ഞ് അടുത്ത ദിവസം മുതൽ തുടങ്ങിക്കോ. എന്തിനാ നീട്ടുന്നത്? അങ്ങനെ പിടിക്കാൻ അല്ലാഹു തൗഫീഖ് തരട്ടെ. എന്നിട്ടോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അസ്മാഇനോട് പറഞ്ഞു, സ്വന്തം ഭർത്താവിന് സേവനം ചെയ്ത് നിലകൊള്ളിൻ, സ്വർഗ്ഗത്തിൽ കടക്കുമെന്ന് മുഹമ്മദ് മുസ്തഫ. വേറൊന്നും പറഞ്ഞിട്ടില്ല. ഈ ഒരൊറ്റ വാക്ക് വെച്ചിട്ട് നിങ്ങൾ അമൽ ചെയ്താൽ മതി. അല്ലാഹു തൗഫീഖ് തരട്ടെ. മറക്കപ്പുറത്തിരിക്കുന്നവർക്ക് സ്വർഗം പുൽകാൻ കാരണം ഇതാണ്. ഈ മറക്കിപ്പുറത്തിരിക്കുന്നവർക്ക് കടമ്പകൾ ധാരാണ്. ജുമുഅ ജമാഅത്ത് ഒഴിയാൻ പാടില്ല. വരണം. ജമാഅത്ത് ഒഴിയുന്നവന്റെ വീട് കരിക്കാൻ വേണ്ടി നമ്മൾ നിയ്യത്ത് ചെയ്തു സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ ഹദീസ്. ജമാഅത്ത് ഒഴിയുമ്പോ അവൻ്റെതാകുന്ന ഒരാളെ ഇവിടെ ഇമാമത്തിനെ ഏൽപ്പിച്ചിട്ട് ഞാൻ അവിടെ ചെന്നിട്ട് ജമാഅത്ത് ഒഴിയുന്നവന്റെ വീട് കരിച്ചു കളയാൻ വേണ്ടി ഞാൻ നിയ്യത്ത് ചെയ്തു. അത്ര ഗൗരവത്തിൽ, കരിച്ചു കളയണമെന്ന അർത്ഥത്തിലല്ല, അത്ര ഗൗരവമുണ്ട്, നിസ്സാര വിഷയമല്ല ജമാഅത്ത് കളഞ്ഞു കുളിക്കുന്നത് എന്നത്. ജുമുഅ എന്തായാലും നിർബന്ധമാണ്. ജമാഅത്തിനേക്കാൾ വലിയ ഔലിയാണ് ജുമുഅ. ഞാൻ മുമ്പ് സൂചിപ്പിച്ചിട്ടുള്ളതാണ്. ആ ജുമുഅയുടെ 2ാമത്തെ റക്അത്തിലെ റുകൂഇലെങ്കിലും വന്ന് ചേർന്നില്ലെങ്കിൽ ജുമുഅ കിട്ടൂല. ഇത് പഠിച്ചു വെക്കണം. ഞാൻ മുമ്പ് പള്ളിയിൽ ഒരു വെള്ളിയാഴ്ച ഞാൻ സൂചിപ്പിച്ചതുമാണ്. പുരുഷന്മാർ കൂടുതലുള്ളത് കൊണ്ടൊന്ന് ശ്രദ്ധയിൽപ്പെടുത്തുന്നു എന്ന് മാത്രം. ആരെങ്കിലും സഹോദരങ്ങൾ വിട്ടുപോകുന്നവർ, ചിലപ്പോൾ ലാസ്റ്റ് വാലൊക്കെ കഴിഞ്ഞ് പ്രഭാഷണമൊക്കെ കഴിഞ്ഞ് ജുമുഅയ്ക്ക് വന്ന് കൂടിയിട്ടുള്ള ആളുകൾ ഒരുപക്ഷെ അത് കേട്ടിട്ടുണ്ടാവൂല. സാധാരണ ജമാഅത്തായ നമസ്കാരം പോലെ അല്ല ജുമുഅ. സാധാരണ നിസ്കാരത്തിൽ ജമാഅത്ത് കിട്ടണമെങ്കിൽ അവസാനത്തതാകുന്ന അത്തഹിയ്യാത്തിൽ ഇമാമിനോടൊപ്പം വന്ന് ചേർന്നാൽ ആ ജമാഅത്ത് കിട്ടും. അതേ സമയത്ത് ജുമുഅയിൽ ജമാഅത്ത് കിട്ടണമെങ്കിൽ ഇമാമിന്റെ 2ാമത്തെ റക്അത്തിലെ റുകൂഇൽ വന്നുകൊണ്ട് തുടരണം. റുകൂഇന് ശേഷം വന്നാൽ ജുമുഅ ഇല്ല. പിന്നെ അവനെന്താ നിസ്കരിക്കേണ്ടത്? റുകൂഇൽ വന്ന് അവനെ കൊണ്ട് കൂടിയപ്പോൾ തന്നെ ഇമാം സമിഅല്ലാഹു ലിമൻ ഹമിദ എന്ന് പറഞ്ഞു, സുബ്ഹാന റബ്ബിയൽ അദീം വബിഹംദിഹി എന്ന് പറഞ്ഞ് ഒരു വട്ടം അനക്കമടങ്ങി ഇമാമിനോടൊപ്പം കിട്ടിയിട്ടില്ല. ഇങ്ങനെ അവിടെ ഇവിടെ കറങ്ങി നടന്നതാണ്. എങ്കിൽ അവൻ എന്താ ചെയ്യേണ്ടത്? ജുമുഅയുടെ നിയ്യത്ത് വെച്ചുകൊണ്ട് അവൻ എന്ത് നിസ്കരിക്കണം? ളുഹറാണ് അവൻ നിസ്കരിക്കേണ്ടത്. 4 റക്അത്ത് ളുഹർ നിസ്കരിക്കണം. മനസ്സിലായിക്കോ? 4 റക്അത്ത് അവിടെ നിസ്കരിക്കേണ്ടി വരും. പിന്നെ ഇതൊന്നും അധികാരി ശ്രദ്ധിക്കാത്ത കാര്യമാണ്. എല്ലാവരും വന്നിട്ട് ഈ അത്തഹിയ്യാത്തി വന്ന് കൂടിയിട്ടും എഴുന്നേറ്റ് നിന്നിട്ട് 2 റക്അത്ത് റാഹത്തായി നിസ്കരിച്ചു. അടുത്ത ആഴ്ച കാണാം കേട്ടോ ഉസ്താദേ.
പ്രസംഗവും വേണ്ട, ഒന്നും വേണ്ട, ലാസ്റ്റ് എല്ലാം കഴിഞ്ഞ് കുത്തുബായും കഴിഞ്ഞിട്ട് കയറി വന്നേക്കാം. അള്ളാഹു നമ്മളെ കാക്കട്ടെ. ഞാനിത് പറഞ്ഞത് ചെറുപ്പക്കാരൊക്കെ ഒന്ന് ശ്രദ്ധിക്കാൻ വേണ്ടിയാണ്. വളരെ ഗൗരവത്തിലുള്ള ഒരു മസലയാണ്. പലപ്പോഴും അത് ശ്രദ്ധിക്കാതെ പോകുന്ന ഒരു കാര്യമാണ്. ജുമഅയാണ് അവൻ നിസ്കരിക്കുന്നത്, പക്ഷെ രണ്ടാമത്തെ റക്അത്തിൽ വന്ന് റുക്കൂഇന് ശേഷം വന്ന് തുടർന്നാൽ അവൻ ആ ജുമഅയുടെ ജമാഅത്ത് കിട്ടിയിട്ടില്ല. അതുകൊണ്ട് തന്നെ അവന് ജുമഅയായിട്ടല്ല കെട്ടുപെടുക, അവൻ ളുഹർ നിസ്കരിക്കണം. ഗൗരവമായി മനസ്സിലാക്കേണ്ട ഒരു മസലയാണ്. അതാണ് ഷാഫി മദ്ഹബിലെ പ്രബല അഭിപ്രായം. ഗൗരവമായി മനസ്സിലാക്കണം. 4 റക്അത്ത് നിസ്കരിക്കണമെന്ന് അർത്ഥം. എഴുന്നേറ്റിട്ട് വേഗം തന്നെ പോകാൻ പാടില്ല. അള്ളാഹു നമ്മളെ സാലിഹീങ്ങൾ ചേർത്ത് അനുഗ്രഹിക്കട്ടെ. അപ്പൊ കുടുംബ ബന്ധം ചേർക്കുക, അതിലേക്ക് ഉപോത്ബലകമായിട്ട് വരുന്നതാണ് നിന്റെ ദാമ്പത്യ ജീവിതം. അത് നീ ശ്രദ്ധിക്കണം. വിശുദ്ധമായ റമദാൻ കടന്നു വരുമ്പോൾ അതിലേക്ക് നീ ശ്രദ്ധിക്കണം. നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ജീവിതം സംശുദ്ധമാണ്. വിശുദ്ധമായ റമദാൻ കടന്നു വരുമ്പോ അല്ലാഹുവിന്റെ റസൂൽ ഓരോ ദിവസവും അതിലേക്ക് ചുവട് വരുമ്പോ പ്രത്യേകമായി ഒരുങ്ങി തയ്യാറാകുമായിരുന്നു. റമദാനിന്റെ അവസാനത്തെ 10 വരുന്നത് പോലെ തന്നെ റമദാനിലേക്ക് വരുമ്പോൾ റസൂലുള്ളാഹി ഒരുങ്ങി തയ്യാറാകുമായിരുന്നു. എങ്ങനെ ഒരുങ്ങി തയ്യാറാകുക? കുടുംബക്കാരെ വിളിച്ചുണർത്തി അവർക്ക് റമദാൻ വരുന്നതിന്റെ ഒരു പ്രത്യേകമായ ഒരു ഉണർവ് അവർക്ക് കൊടുക്കും. റമദാന്റെ അവസാനത്തെ 10 അങ്ങനെ തന്നെ പള്ളിയിൽ ഇഅ്തികാഫായി നബിതങ്ങൾ കഴിച്ചു കൂട്ടും. കുടുംബക്കാരെ പ്രത്യേകമായി ശ്രദ്ധിക്കാൻ പറയും. ഇതേ രീതി നമ്മുടെ വീട്ടുകളിലും വരണം. റമദാൻ എത്താറായി മക്കളെ, ഇനി എല്ലാ പരിപാടിയും നിർത്ത്. ഈ ബിഗ് ബോസ് പരിപാടിയൊക്കെ നിർത്തിയേക്ക്. ഇനി ഡിംബലിനൊന്നും കാണണ്ടെന്ന് പറഞ്ഞ് എല്ലാം ഓഫ് ചെയ്ത് വെച്ചിട്ട് യാ അല്ലാഹ് നല്ല റാഹത്തായിട്ട് നിലകൊള്ളു. അള്ളാഹു തൗഫീഖ് തരട്ടെ. നന്നായി ജീവിക്കും. ഇത്ര നാൾ റിയാലിറ്റി ഷോ അതും ഇതും മാറ്റി ചാനൽ മാറ്റി നിലകൊണ്ട്. ഇനിയെങ്കിലും നന്നാകും. ഖൈറിന്റെ കവാടങ്ങൾ തുറക്കപ്പെടുന്ന മാസമാണ്. ഇദാ ജാഅ റമളാനു ഫുതിഹത് അബ്വാബുൽ ജിനാൻ, സ്വർഗ്ഗത്തിന്റേതാകുന്ന കവാടങ്ങൾ തുറക്കപ്പെടും റമദാൻ വരുമ്പോൾ. റമദാൻ വരുമ്പോൾ സ്വർഗ്ഗത്തിന്റെ കവാടങ്ങൾ തുറന്നു വെച്ചിരിക്കാൻ. വഗുല്ലിഖത് അബ്വാബുൻ നാർ, നരകത്തിന്റെ കവാടങ്ങൾ അടയ്ക്കപ്പെടുക. വസുഫിദത്തി ശയാത്തീൻ, വലിയതാകുന്ന കുരുത്തം കെട്ടതാകുന്ന പിശാചുകളെ ചങ്ങലക്കിടുക. ഈ സന്ദർഭമാണ് നമുക്ക് വന്നിരിക്കുന്നത് എന്ന് പറഞ്ഞാൽ. അതുകൊണ്ടാണ് റമളാനിൽ ചങ്ങലക്കിടുക എന്ന് പറഞ്ഞാൽ റമളാനിൽ പിന്നെ നമ്മൾ വലിയ തെറ്റൊന്നും ചെയ്യാറില്ല. കള്ളു കുടിച്ചുകൊണ്ടിരിക്കുന്നവർ റമളാനിൽ കള്ളുകൂടി നിർത്തും. റമളാൻ കഴിയുമ്പോൾ നോക്കാന്ന് പറഞ്ഞ് മാറ്റി നിർത്തും. അതാണ് ഈ പിശാചിനെ ചങ്ങലക്കിടുക എന്ന് പറഞ്ഞാൽ. അതാണ്. എന്നാൽ ചെറിയ തെറ്റുണ്ടാവും, അത് ശ്രദ്ധിക്കണം. ആ ചെറിയ തെറ്റിൽ നിന്ന് നമ്മൾ ഒഴിവായി നിൽക്കണം. അള്ളാഹു തൗഫീഖ് തരട്ടെ. നിങ്ങളെ ചോദിച്ചോളൂ, നിങ്ങൾ എന്ത് ചെയ്യാൻ. അപ്പൊ അതുകൊണ്ട് ശ്രദ്ധിക്കണം. നമ്മൾ അമൽ ചെയ്തുകൊണ്ട് നിലകൊള്ളണം. പിന്നെ ഒരു കാര്യം ചെയ്യാനുള്ളത് ഇനി തൗബയാണ്. റമദാനിന് മുമ്പ് നമ്മൾ തൗബ ചെയ്ത് നിലകൊള്ളണം. 27 രാവിലെ പള്ളിയിൽ വന്ന് നമ്മുടെ സാധാരണ നമ്മൾ കൂടുന്ന പരിപാടിക്ക് വന്ന് കൂടി ആ സമയത്ത് ഒരു തൗബ ചെയ്തിട്ട് പോയിട്ട് മാത്രം കാര്യമില്ല. കാരണം ആ സമയത്ത് തൗബ ചെയ്താൽ അതിന് മുമ്പുള്ള അമലുകൾ സ്വീകരിക്കണ്ടേ. 27ന്റെ അവിടം വരെ നമ്മൾ ചെയ്ത അമലുകളൊന്നും സ്വീകരിക്കണ്ടേ. എന്താ നിങ്ങൾ അതിന്റെ ഒരു അർത്ഥം എന്താണ് മനസ്സിലാക്കേണ്ടത്? റമദാന് മുമ്പ് നമ്മുടെ ഹൃദയം കഴുകി ശുദ്ധീകരിക്കണം. എല്ലാ ബന്ധുക്കാരെയും പോയി കാണണം. റമദാന് മുമ്പ് ഒരു ബന്ധം പുതുക്കൽ വേണം. സലാം പറയാത്തവരോട് അങ്ങോട്ട് പോയി കാണണം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ അടുക്കൽ ഒരു സഹാബി വന്നിട്ട് പറഞ്ഞു, എന്റെ അംർ ഇബ്നു ശുഐബ് റളിയല്ലാഹു അൻഹു ആണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് പറഞ്ഞു, നബിയെ, എനിക്ക് ചില കുടുംബക്കാരുണ്ട്, ഞാൻ അങ്ങോട്ട് അവർക്ക് നന്മ ചെയ്യുന്നവനാണ്. ഇന്നി അഅഫു വയളുലിമൂൻ, അങ്ങോട്ട് ഞാൻ അവർക്ക് നന്മ ചെയ്യും, അവരെന്നെ ആക്രമിക്കും. വഅഹ്സിനു വയുസിഉ ഇലയ്യ, ഞാൻ അവർക്ക് ഒരുപാട് നന്മ ചെയ്യും. പോകുമ്പോൾ നല്ല കിറ്റൊക്കെ കെട്ടിക്കൊണ്ട് പോകും. പക്ഷെ അവരും കൂടെ വരുമ്പോൾ വെറും കൈയോടെ വരുന്നു. ഒരു കിറ്റും ഇല്ല, ഒന്നുമില്ല. ഹലാസ്. നമ്മുടെ നാട്ടു ഭാഷയിൽ പറഞ്ഞാൽ ഞാൻ അങ്ങോട്ട് നന്മ ചെയ്യും, പോകുമ്പോൾ ഭയങ്കരമായിട്ട് കിറ്റൊക്കെ കെട്ടി ഭയങ്കര സംഭവമായിട്ടാണ് ഞാൻ അങ്ങോട്ട് പോകും. കൊച്ചാപ്പ മൂത്താപ്പകൾ അപ്പൊ അങ്ങനെ ബന്ധുക്കാരൊക്കെ നമ്മുടെ ബന്ധുക്കാരുടെ വീട്ടിലേക്കൊക്കെ പോകുമ്പോൾ. പക്ഷെ അവരിങ്ങോട്ട് വരുമ്പോഴോ ഒരു സാധനം ഇല്ല. ഒരു കോലുമുട്ടായി എങ്കിലും നമ്മുടെ മക്കൾക്ക് അല്ലാത്ത അതും ഇല്ല. അതും നമ്മൾ പ്രതീക്ഷിച്ചാൽ അതും ഇല്ലാതെയാണ് വരുന്നത്. അപ്പൊ ചിലപ്പോൾ നമ്മുടെ വീട്ടുകാരും അതുപോലെ തന്നെ സ്ത്രീകൾ ഉൾപ്പെടെ എല്ലാവരും ചിലപ്പോൾ ശ്രദ്ധിച്ചു അവർ പറയും, അവർ വന്നപ്പോൾ ഒന്നും കൊണ്ടുവന്നില്ലല്ലോ എന്ന് പറയും. അപ്പൊ നമ്മുടെ മനസ്സിലൊരു മാനസികമായിട്ട് ഇനി അങ്ങോട്ട് പോകുമ്പോൾ എന്നാ ഇപ്പൊ ഇപ്രാവശ്യം ആപ്പിളും ഓറഞ്ചും മുന്തിരിയും കൊണ്ടുപോയിരുന്നു, ഇനി പോകുമ്പോൾ മുന്തിരി അങ്ങ് കട്ട് ചെയ്തിട്ട് അത് ഇങ്ങനെ ഇതാക്കാം. അപ്പം ചിലപ്പോൾ പെണ്ണുങ്ങൾ പറയും ഒന്നും കൊണ്ടുപോകണ്ട, ഇനി അങ്ങനെ പോയാൽ മതി, അവരിങ്ങോട്ട് വന്നതുപോലെ തന്നെ പോയാൽ മതി. അപ്പൊ അതേ ഒരു മനസ്സ് എന്റെ മനസ്സിൽ തോന്നിപ്പോയി. സ്വഹാബിയാണ് അദ്ദേഹം പറയാൻ. പക്ഷെ ഞാൻ അങ്ങോട്ട് എത്ര നന്മ ചെയ്താലും അവരിങ്ങോട്ട് ആക്രമിക്കുകയാണ്. ഞാൻ അവർക്ക് ഒരുപാട് നന്മ ചെയ്യുന്നുണ്ട്. ഈ സാധനങ്ങൾ കൊണ്ടുപോയി കൊടുക്കുക മാത്രമല്ല, അവർക്ക് വേണ്ടുന്ന എല്ലാ ആവശ്യങ്ങളും ഒറ്റ വാക്കിൽ പറഞ്ഞാൽ അതൊക്കെ ചെയ്യുമ്പോൾ അവർ എന്നോട് തിരിച്ച അക്രമമാണ് കാണിക്കുന്നത്. ഞാൻ അവർക്ക് നന്മ ചെയ്യുമ്പോൾ അവരെന്നോട് തിന്മയാണ് ചെയ്യുന്നത്. എന്താണ് ഞാൻ അവർക്ക് ചെയ്യേണ്ടത്? നബിയെ, അവരെന്നോട് ചെയ്യുന്നത് പോലെ തന്നെ ഞാൻ പകരം ചെയ്യട്ടെ എന്ന് ബഹുമാനപ്പെട്ടവർ ചോദിച്ചപ്പോൾ നബി തങ്ങൾ കൊടുത്ത മറുപടി, ലാ, ചെയ്യരുത്.
വലാകിൻ ജുദ്ബിൽ ഫളൽ വഅഹ്സിൻ ഇലൈഹിം ശഫീഉനാ റസൂലുള്ളാഹി. നീ അവർക്ക് നന്മ ചെയ്തുകൊണ്ടിരിക്കണം, വീണ്ടും വീണ്ടും നന്മ. അവരുടെ ഹൃദയത്തിന് പരിവർത്തനം വരുന്ന മുറയ്ക്ക് ഒരിക്കലും ഉണ്ടാകണ്ട. നിനക്ക് ആഖിറത്തിൽ നേട്ടം കിട്ടും. നീ ഇപ്പോൾ കൊടുത്തുകൊണ്ടിരിക്കുന്നത് എത്രയാണോ, റമദാനിൽ കൊണ്ട് 1000 കൈമടക്ക് കൊടുക്കുന്നുണ്ട് പ്രായം ചെന്ന ഉമ്മ. പിന്നെ അവർക്ക് ഓർമ്മയൊക്കെ കുറഞ്ഞപ്പോഴത്തേക്കും അത് 500 അങ്ങ് ആക്കാൻ വേണ്ടി നീ ശ്രമിക്കണ്ട. ഓർമ്മയില്ലല്ലോ, ഇവരെങ്ങാനും വല്ല കഷായത്തിനൂടെ അഴിച്ച് കുടിക്കുവോ, അത് വേണ്ട. അത് കൊടുക്കുന്ന സമയത്ത് നമ്മളോട് വീട്ടുകാരോടൊന്ന് പറഞ്ഞേക്കുന്നത് പടയിൽ പൈസ ഇത് കൊടുത്തിട്ടുണ്ടോ എന്ന് ശ്രദ്ധിച്ചേക്കണം, അല്ല ഉമ്മാടിയിൽ കൊടുത്തിട്ടുണ്ട്. കൊടുക്കാതിരിക്കണ്ട. അവർക്ക് ഓർമ്മയില്ലല്ലോ. അവർ പണ്ട് ഇത് നോക്കിയിട്ട് ആഹാ എന്റെ പൊന്നുമോനെ 2000 തന്നായിരുന്നല്ലോ, ഒരു ഉമ്മ തരുമായിരുന്നു, ഇപ്പൊ ഒന്നും ഇല്ലല്ലോ എന്ന് പറഞ്ഞ് നിലകൊള്ളുമല്ലോ. അവർക്ക് ഓർമ്മയില്ലല്ലോ എന്ന് കരുതി നീ ആ കൊടുക്കുന്നതിലൊന്നും കുറവ് വരുത്തണ്ട. വഅഹ്സിൻ ഇലൈഹിം, അവരിലേക്ക് നീ ആ ചെയ്യുന്ന നന്മ വീണ്ടും ചെയ്തുകൊണ്ടിരിക്കണേ എന്ന് സയ്യിദുനാ റസൂലുള്ളാഹി. എത്ര നന്മയാണ് പരിശുദ്ധ പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിക്കുന്നത് സഹോദരങ്ങളെ. ഇതൊക്കെ റമദാൻ വരുമ്പോൾ നമ്മൾ ചെയ്യേണ്ടതാണ്. റമദാൻ വരുമ്പോൾ ഒരു ചെറിയൊരു പുതിയായിട്ട് റമദാൻ കിറ്റുമായിട്ട് നേരത്തെ ഇടണം. റമദാന്റെ ഒന്ന് കഴിഞ്ഞിട്ട് ചെയ്യുന്നത് വേറെ, അത് നമ്മൾ റിലീഫ് കിറ്റുകൾ വല്ലാതെ കൊടുക്കുന്നതാണ്. റമദാന് മുമ്പ് തന്നെ നമ്മൾ അവരെ ഒന്ന് പോയി കാണുക. ഇനി സാമ്പത്തികമായി സഹായിക്കേണ്ടവർക്കാണെങ്കിൽ അത്, ചിലർ ഷുഗർ പിടിച്ചിട്ട് അവരിപ്പം മരിക്കുമെന്ന് പറഞ്ഞ് നിലവിൽ അവർക്ക് കൊണ്ടുവന്ന അലുവായും ഐസ്ക്രീമും കൊണ്ട് കൊടുത്തിട്ട് എന്താ കാര്യം? അവർക്ക് 2 കിലോ അലുവായും ഐസ്ക്രീമും കൊണ്ട് കൊടുത്തിട്ട് അവരെ വിളിച്ചുകൊണ്ട് പോവാണ് എങ്ങോട്ടെങ്കിലും, വല്ല വിനോദയാത്രയ്ക്ക് പോകാൻ ഒരു കാര്യമില്ല. അവർക്ക് കൊണ്ടുപോകേണ്ട കാര്യമില്ല. അവർക്ക് ചിലപ്പോൾ സാമ്പത്തികമായിട്ടായിരിക്കും സഹായിക്കേണ്ടത്. ഡയാലിസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്, ആഴ്ചയിൽ 2 ഡയാലിസ് ചെയ്തുകൊണ്ടിരിക്കുക, സാമ്പത്തിക ബുദ്ധിമുട്ടാണ് അവർക്ക്. അതിന് അങ്ങനെയാണ് സഹായിക്കും. ഹോസ്പിറ്റലിൽ കൊണ്ടുപോകുന്നതിന് ഒരു ചെലവായിട്ട് കൊടുക്കും. ഈ രീതിയിൽ രോഗികളായി കഴിയുന്ന എത്ര കുടുംബക്കാരുണ്ട് നമുക്കിടയിൽ, എത്ര ആളുകളുണ്ട്. അവരൊക്കെ പോയി ഒന്ന് കാണിന്, എത്ര ആശ്വാസമാണ്. അവരുടെ ഒരു പ്രാർത്ഥന മതി സഹോദരങ്ങളെ, നിന്റെ റമദാൻ അല്ലാഹു കബൂലാക്കും. റമദാൻ എന്ന് പറഞ്ഞാൽ റമദാൻ വന്നിട്ടും അമൽ ചെയ്യാൻ പറ്റാത്ത എത്രയോ ആളുകൾ നമുക്കിടയിലുണ്ട്. നല്ല ആരോഗ്യമുള്ള ചെറുപ്പക്കാർ, നല്ല ആരോഗ്യവതികളാകുന്ന സ്ത്രീകൾ, ഇരിക്കുന്ന മറക്കപ്പുറത്തിരിക്കുന്നതും ഇവിടെ ഇരിക്കുന്നതും എത്രയോ സഹോദര സഹോദരിമാരുണ്ട്, നല്ല ആരോഗ്യമുണ്ട്. പക്ഷെ റമദാനിൽ അമൽ ചെയ്യാൻ പറ്റുന്നില്ല. എന്തുകൊണ്ട്? തൗഫീഖ് ഇല്ല. തൗഫീഖ് എങ്ങനെയാ കിട്ടുക? അത് നമ്മൾ ഇത്തരത്തിലുള്ളതാകുന്ന ആളുകളുടെ പ്രാർത്ഥനയിലൂടെ, നമ്മൾ അവർക്ക് കൊടുക്കുന്ന സദഖയിലൂടെ, ദാനധർമ്മങ്ങളിലൂടെ, അവരുടെ ഹൃദയത്തിൽ അല്ലാഹു കൊടുക്കുന്നതാകുന്ന ചെറിയൊരു ദുആ, അവരുടെ ഹൃദയത്തിൽ കൊടുക്കുന്നതാകുന്ന ഒരു ചെറിയ പ്രകാശം, അത് നമ്മുടെ ജീവിതത്തിലേക്ക് തട്ടുമ്പോൾ നമ്മുടെ ജീവിതത്തിലെ അമലുകൾക്ക് സ്വീകാര്യത കൂടും, അമൽ ചെയ്യാനുള്ള താല്പര്യം കൂടും, അതിനുള്ള സമയവും സന്ദർഭവും അല്ലാഹു നൽകും. ഞാൻ വെറുതെ പറയുന്നതല്ല ഇത്. കഴിഞ്ഞ റമദാൻ നമ്മളിന്ന് കഴിഞ്ഞു പോയി. എത്രയോ റമദാൻ നമ്മളിന്ന് പ്രായപൂർത്തി എത്തിയിട്ട് കഴിഞ്ഞു പോയി. ഖുർആൻ ഖത്മ് തീർക്കാത്ത ആളുകളുണ്ട് നമുക്കിടയിൽ. വേണ്ട റമദാനിലെ നോമ്പ് പോലും പകല് പോലും വ്യഭിചരിച്ചുകൊണ്ട്, അഥവാ കണ്ടുകൊണ്ട് അശ്ലീലത കണ്ടുകൊണ്ടും കാതുകൊണ്ട് അശ്ലീലത കേട്ടുകൊണ്ടും കളഞ്ഞു കുളിച്ച ആളുകൾ നമുക്കിടയിലുണ്ട്. അശ്ലീലമായ പാട്ട് കേൾക്കുന്നവർ. ചെറുപ്പക്കാരൊക്കെ പ്രത്യേകം ശ്രദ്ധിച്ചോ. നോമ്പെന്ന് പറഞ്ഞാൽ കേവലം ഉദര വ്യായാമം മാത്രമല്ല, വയറ് വെറുതെ ഭക്ഷണം കഴിക്കാതിരിക്കുക എന്നുള്ളത് മാത്രമല്ല. നോമ്പെന്ന് പറഞ്ഞാൽ അങ്ങനെയല്ല. അങ്ങനെ മനസ്സിലാക്കിയ ഒരുപാട് സഹോദര സമുദായത്തിൽപ്പെട്ടവർ വരെയുണ്ട്. ഭക്ഷണം കഴിക്കാതിരിക്കൽ മാത്രമാണ് നോമ്പ് മുസ്ലിമീങ്ങൾ. അങ്ങനെയല്ല. രാവിലെ പ്രഭാതം മുതൽ സുബൈ മുതൽ മഗ്രിബ് വരെ അങ്ങനെയല്ലല്ലോ. നോമ്പെന്ന് പറഞ്ഞാൽ അവൻ്റെതാകുന്ന ശരീരത്തിലുള്ള എല്ലാ അവയവങ്ങളും നാഥനായ റബ്ബിലേക്ക് സമർപ്പിക്കണം. അതിന്റെ ഒരു ഭാഗമാണ് ഭക്ഷണം കഴിക്കാതിരിക്കുക. കണ്ണുകൊണ്ടൊരു ഹറാമ് കാണാൻ പാടില്ല എന്ന് പറഞ്ഞാൽ ഫേസ്ബുക്കും വാട്സാപ്പും അശ്ലീലതകളും കണ്ടുകൊണ്ടിരിക്കാൻ പാടില്ല. ഒരു അന്യ പെണ്ണിന്റെ നഗ്നമാക്കപ്പെട്ട ചിത്രത്തിലേക്ക്, ഒരു അന്യ പെണ്ണിന്റെ മുഖത്തേക്ക്, അത് തന്നെ ഒരു പുരുഷനെ സംബന്ധിച്ചിടത്തോളം അവന്റെ പാടില്ലാത്ത ഭാഗമാണ്. ഒരു അന്യ പുരുഷൻ നോക്കാൻ പാടില്ല അന്യ സ്ത്രീയെ, അവരുടേതാകുന്ന ഫോട്ടോ നോക്കാൻ പാടില്ല. ഇതൊക്കെ വളരെ ശ്രദ്ധിക്കണം. നമ്മുടെ അമലുകളെ കുറയ്ക്കുന്നതാണ്. നമ്മുടെ ആ റമദാനിലെ നോമ്പിന്റെ പ്രതിഫലത്തെ കുറയ്ക്കുന്നതാണ്. ഇത് പകല് മുഴുവൻ ഇരുന്ന് സിനിമ കണ്ടുകൊണ്ടിരിക്കുക. റമദാനി നോമ്പ് എങ്ങും പോകണ്ടല്ലോ, സുഖമായിട്ട് റാഹത്തായിട്ട് കുറെ പടമൊക്കെ കണ്ടുകൊണ്ട് ആമസോൺ പ്രൈം വീഡിയോയിൽ ദൃശ്യം 2 ഒക്കെ കണ്ട് റാഹത്തായിട്ട് റമദാൻ കഴിച്ചു കൂട്ടുക. ഹലാസ്. എങ്ങനെ രക്ഷപ്പെടും? പുതിയ പടങ്ങൾ, റിലീസിന്റെ പടങ്ങൾ വരുന്നു പ്രൈം വീഡിയോയിൽ, ആമസോണിൽ. അതെല്ലാം ഡൗൺലോഡ് ചെയ്തിട്ട് ഹാജിയറിയിരുന്ന് കാണുകയാണ്. റമദാൻ മുഴുവൻ ഹയാത്താക്കാണ്. പകല് മുഴുവൻ. രാത്രി തറാവീഹ് നിസ്കരിക്കാനുണ്ട്. നോമ്പ് പിടിച്ചു. വൈകുന്നേരം ആകുമ്പോൾ പള്ളി വരുന്നു, 3 പ്ലേറ്റ് കഞ്ഞി കുടിക്കുന്നു, തിരിച്ചു പോകുന്നു. എങ്ങനെ റെഡിയാവും? എങ്ങനെ നോമ്പ് ശരിയാകും? ഭക്ഷണം കഴിക്കാൻ മാത്രമല്ല നോമ്പ്. മല്ലം യദഅ ഖൗല സൂരി വൽ അമല ബിഹി ഫലൈസ ലില്ലാഹി ഹാജാ ഫീ അൻ യദഅ തഅമഹു വശറാബാ. നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഓർമ്മപ്പെടുത്തുകയാണ്, മോശപ്പെട്ടതാകുന്ന സ്വഭാവ ദൂഷ്യങ്ങളെ ഒഴിവാക്കാതായ ആളുകൾ അവരുടെ നോമ്പ് അല്ലാഹു സ്വീകരിക്കുകയില്ല. അവരുടെ നോമ്പ് അല്ലാഹുവിന് വേണ്ട.
നോമ്പ് നോക്കുകയാണെന്ന് പറഞ്ഞുകൊണ്ട് ഭക്ഷണം കഴിക്കാതെ പകൽ മുഴുവനും നിലകൊള്ളുന്ന സഹോദര സഹോദരി, ആ സമയത്ത് സിനിമ കാണുന്നവരില്ലയോ, സീരിയൽ ദർശിക്കുന്നവരില്ലയോ, മോശപ്പെട്ടതാകുന്ന ബ്ലൂ ഫിലിമുകൾ കണ്ടുകൊണ്ടിരിക്കുന്നവരില്ലയോ, ഞാൻ വ്യഭിചരിച്ചില്ലല്ലോ എന്ന് പറയുന്നവരെ, ഇത് കണ്ണിന്റെ വിചാരമാണ്, കാതിന്റെ വിചാരമാ. അന്യ പെണ്ണുമായിട്ട് മോശപ്പെട്ടതാകുന്ന ഭാഷണങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്ന ചെറുപ്പക്കാരാ, കാതിന്റെ വിചാരമാണ്, വിചാരമാണ്. അല്ലാഹുവിന്റെ റസൂൽ പറയുകയാണ്, ഫലൈസ ലില്ലാഹി ഹാജ ഫീ അൻ യദഅ തഅമഹു വശറാബാ. അവരെ ഭക്ഷണം ഉപേക്ഷിച്ചതിൽ അല്ലാഹുവിന് യാതൊരു അതിശയോക്തിയുമില്ല, ഒരു കാര്യവുമില്ല നോമ്പ് കൊണ്ടെന്ന് നബിയുനാ റസൂലുള്ളാഹി. അതുകൊണ്ട് പരിശുദ്ധമായ റമളാനിൽ നമ്മൾ നേടിയെടുക്കേണ്ടത് തഖ്വയാണ്, തഖ്വയാ. ലഅല്ലകും തത്തഖൂൻ. ആ നോമ്പിൽ നേടിയെടുക്കേണ്ട തഖ്വ ഏത് രീതിയിലാണ് മുസ്ലിമേ വേണ്ടത്? നിന്റെ ജീവിതത്തിൽ തൗബ ചെയ്യണേ, നിന്റെ ജീവിതത്തിൽ തൗബ ചെയ്യണേ, തൗബ ചെയ്യണേ. തൗബയ്ക്ക് മുമ്പുള്ള കടബാധ്യതകൾ, ജനങ്ങളോടുള്ളതാകുന്ന ബാധ്യതകൾ, ആരുടെയെങ്കിലും അഭിമാനത്തിന് ശതം വരുത്തിയവനാണ് എങ്കിൽ കണ്ടുകൊണ്ട് പൊരുത്തപ്പെടിക്കണേ, പൊരുത്തപ്പെടിക്കണേ. സമ്പത്ത് കൊടുത്തു വീട്ടാനുള്ളതാണ് എങ്കിൽ അവരെ കണ്ടുകൊണ്ട് പൊരുത്തപ്പെടിക്കണേ, ഇല്ലെങ്കിൽ സമ്പത്ത് കൊടുത്തു വീട്ടണേ, ഇല്ലെങ്കിൽ നിന്റേതാകുന്ന തൗബ അല്ലാഹു സ്വീകരിക്കുകയില്ല. സൃഷ്ടികളുമായിട്ടുള്ള കടമകൾ പൂർത്തീകരിക്കാതെ സൃഷ്ടാവുമായിട്ടുള്ള കടമകൾ അല്ലാഹു ഫലിപ്പിക്കൂല, അതിൽ അല്ലാഹു ഗുണം ചെയ്യുകയില്ല എന്ന് നബിയുനാ റസൂലുള്ളാഹി. സൃഷ്ടികളുമായിട്ടുള്ള എല്ലാ ബാധ്യതകളും, അത് മാതാപിതാക്കളുമായിട്ടുള്ള ബന്ധമാകട്ടെ, ഭാര്യ ഭർത്താക്കന്മാർക്കിടയിലുള്ള ബന്ധമാകട്ടെ, കുടുംബങ്ങൾക്കിടയിലുള്ള ബന്ധമാകട്ടെ, അയൽവാസികളുമായിട്ടുള്ള ബന്ധമാകട്ടെ, സമൂഹത്തോടുള്ള ബന്ധമാകട്ടെ, സമുദായത്തോടുള്ള ബന്ധമാകട്ടെ, ഈ നാട്ടിലുള്ളതാകുന്ന അന്യ സമുദായത്തിൽപ്പെട്ട സഹോദരങ്ങളുമായിട്ടുള്ള ബന്ധങ്ങളാകട്ടെ, അതെല്ലാം ഊഷ്മളമാക്കണേ. ഒരാള് പോലും ഒരാളോടും ഒരു വെറുപ്പോ വൈദ്യവുമോ നിന്നിൽ ഉണ്ടാവാൻ പാടില്ല. എല്ലാവരോടും വളരെ നല്ല സ്നേഹ സമസ്രണമാകുന്ന പെരുമാറ്റത്തിലൂടെ നിലകൊണ്ടവന് മാത്രമേ വിശുദ്ധമായ റമളാനിലെ അമലുകൾ സ്വീകരിക്കപ്പെടുകയുള്ളൂ. അങ്ങനെ സംശുദ്ധമായി കുടുംബ ബന്ധങ്ങൾ ചേർത്ത്, അയൽപക്കങ്ങൾ ബന്ധങ്ങൾ ചേർത്ത്, നാട്ടുകാരും കൂട്ടുകാരും എല്ലാ ബന്ധുക്കളുമായിട്ട് നല്ല സഹവർത്തിത്വത്തോടുകൂടി നിലകൊള്ളുന്ന ആള് നിനക്കിതാ പള്ളിയിലേക്ക് കടന്നു വരാ. ജമാഅത്തുകൾ ശ്രദ്ധിക്കാ പുരുഷന്മാരെ. വീടിന്റെ അകത്തലങ്ങളിൽ ആദ്യ വഖത്തിൽ തന്നെ നിങ്ങൾ നമസ്കാരം ശ്രദ്ധിക്കണേ പെങ്ങളെ. പകൽ നോമ്പുകൾ കൃത്യമായി അനുഷ്ഠിക്കണേ. ഖുർആൻ ഇറക്കപ്പെട്ട മാസമാണ്. ആ ഖുർആൻ എന്നോട് തയ്യാറാകണേ. ഖത്മുകൾ പൂർത്തീകരിക്കണേ. നബിയുനാ റസൂലുള്ളാഹി ഇമാമുന ശാഫിഈ റളിയല്ലാഹു അൻഹു എല്ലാ ദിവസവും റമളാനിൽ 2 ഖത്മുകൾ തീർത്തിരുന്ന മഹാനാ. ആ ശാഫി ഇമാമിന്റെ മദ്ഹബിന്റെ അനുയായികളാകുന്ന നമ്മൾ ഖുർആൻ ഒരു ഖത്മ പോലും ഒരു മാസത്തിൽ ഓതി തീർക്കാത്തവരാണ്. കഴിഞ്ഞ വർഷം റമളാൻ കഴിഞ്ഞിട്ട് ഇക്കാലം അത്രയും ഖുർആൻ കൈകൊണ്ട് തൊടാത്ത മുസ്ലിമില്ലയോ? മൊബൈലിൽ നോക്കി ഓതുന്നവരില്ലയോ? ഖുർആൻ കൈകൊണ്ട് തൊട്ടാൽ അതിൽ കൊറോണ വരുമെന്ന് ഭയപ്പെടുന്നവരില്ലയോ? മുസ്ലിമേ, മുസ്ലിമേ, ആഖിറത്തെ ഭയപ്പെട്ടുകൊണ്ട് എടുക്കണേ. ആ ഖുർആനാണ്. ആ ഖുർആൻ നെഞ്ചിനോട് ചേർത്ത് വെച്ച് നിന്റെ ഹൃദയത്തിലേക്ക് പ്രകാശം പകരാൻ ഉപകരിക്കുന്ന വിധത്തിൽ പൊക്കി വെച്ചുകൊണ്ട് ആ ഖുർആൻ ഓതണേ, ഓതണേ. അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞില്ലയോ, ഹൃദയത്തിന് കറ പിടിക്കും സ്വഭാവ. മനുഷ്യൻ തെറ്റ് ചെയ്യുമ്പോൾ ഹൃദയത്തിൽ കറുത്ത പുള്ളികളായി വരുകയാണ്. ഇന്നൽ മുഅ്മിന ഇദാ അദ്നബ ദംബൻ കാനത്ത് നുക്തതൻ സൗദാ. കറുത്ത പുള്ളിയായിട്ട് ഹൃദയത്തിൽ വിശേഷിക്കുകയാണ്. എള്ളിൽ ഇബാദത്തെടുക്കാനും തറാവീഹ് അടക്കമുള്ള നമസ്കാരങ്ങൾ ചിട്ടവെക്കാനും തൗഫീഖ് നൽകണേ അല്ലാഹ്. അതിനുവേണ്ടി പ്രാർത്ഥിക്കണം. ആ പ്രാർത്ഥനയിലൂടെയാണ് നമ്മൾ കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. ബാരിക് ലനാ ഫീ റജബിൻ വശഅബാൻ വബല്ലിഗ്നാ റമളാൻ. റജബിലും ശഅബാനിലും അല്ലാഹുവേ ബറക്കത്ത് ചൊരിയണേ. ആ റമളാൻ ഞങ്ങളിലേക്ക് നീ എത്തിക്കണേ.
ശരിക്കും ദ്വാരക്കണം. അത് തീർന്നിട്ടില്ല ദുആ. ഇപ്പോഴും നമ്മൾ ദ്വാരക്കാൻ മടിക്കുന്നവരുണ്ട്, ഇപ്പോഴും വക്കത്തുകൾക്ക് മറന്നു പോകുന്നവരുണ്ട്. പാടില്ല. എല്ലാ വക്കത്തിനും എല്ലാ സമയത്തും സദാസമയത്തും ദ്വാരക്കണം. ബറക്കത്ത് മുറ്റിയ സമയമാണ് ഇപ്പോഴും. ചോദിച്ചുകൊണ്ടേയിരിക്കുക. അള്ളാഹു തൗഫീഖ് തരട്ടെ. അപ്പൊ തൗബ ചെയ്ത് നിലകൊള്ളുക, കുടുംബബന്ധം പുതുക്കുക, ഈ കാര്യങ്ങളൊക്കെ ഒന്ന് ശ്രദ്ധിക്കുക, പ്രത്യേകമായി ശ്രദ്ധിക്കുക. നമ്മുടെ കുടുംബബന്ധം എന്ന് പറയുന്നത് തുടക്കം മുതലേ ശ്രദ്ധിക്കണം. ഭാര്യയുമായിട്ടുള്ള ബന്ധം, സഹോദരങ്ങളുമായിട്ടുള്ള ബന്ധം, മാതാപിതാക്കളുമായിട്ടുള്ള ബന്ധം എല്ലാം അതിൽ ഉൾപ്പെട്ടു. അയൽവാസികളുമായിട്ടുള്ള ബന്ധങ്ങൾ, അങ്ങനെ എല്ലാ സമൂഹത്തോടുള്ള ബന്ധങ്ങൾ, കടബാധ്യതകൾ, അതെല്ലാം പൂർത്തീകരിച്ചിട്ട് അള്ളാഹുവിലേക്ക് പൊട്ടിക്കറിഞ്ഞ് ദുആ ചെയ്യുക. എന്നിട്ട് റമദാനിനെ വരവേൽക്കാൻ വേണ്ടി തയ്യാറാകുക. അള്ളാഹു തൗഫീഖ് തരട്ടെ. അള്ളാഹു തൗഫീഖ് തരട്ടെ. പടച്ചവനിലേക്ക് പറയും, തെറ്റ് ചെയ്യാത്തവരാരുമില്ല. കുല്ലു ബിനി ആദമ ഖത്താഉൻ. ആദം സന്തതികളൊക്കെ തെറ്റുകാരാണ്. പക്ഷെ അള്ളാഹു വലിയ ഇഷ്ടാരെന്നറിയോ? തൗബ ചെയ്യുന്നവരെയാണ്. അള്ളാഹുലേക്ക് ഏറ്റു പറയാൻ സന്നദ്ധരാകുക. പടച്ചവനെ ഞാൻ തെറ്റ് ചെയ്തു പോയി, നീ പുറത്തു താന്ന് പറയുന്നത് അള്ളാഹു വലിയ ഇഷ്ടമാണ്. ഈ ദുനിയാവിൽ സൃഷ്ടികൾക്ക് എന്തെങ്കിലും ചോദിക്കുമ്പോൾ വിഷമാണ്. മറ്റൊരാളോട് നമ്മളൊരു 10 രൂപ താന്ന് പറഞ്ഞ് 10 വട്ടം ചോദിച്ചാൽ നമുക്ക് അയാളോട് അനിഷ്ടക്കേടാണ്. നമ്മൾ വേഗം വാതിലടിച്ച് ഓടും. എന്നാൽ അള്ളാഹ്ക്ക് നേരെ തിരിച്ചാൽ എത്ര ചോദിക്കുന്നോ അത്ര അള്ളാഹുവിന് ഇഷ്ടമാണ്. ഉദ്ഉനി അസ്തജിബ് ലക്കും. എന്നോട് നിങ്ങൾ ചോദിക്കുന്ന ഞാൻ ഉത്തരം തരാം. ആ നാഥനോട് എന്തേ ചോദിക്കാത്തത്? പടച്ചവനോട് പറയും, രാത്രി 2 റക്അത്ത് തഹജ്ജുദ് നിസ്കരിക്കും. ഇപ്പോഴേ തുടങ്ങി. 40 ദിവസം വിശുദ്ധമായ റമദാനിൽ പൂർത്തീകരിക്കപ്പെടുമ്പോൾ നമുക്ക് കിട്ടും. ഇൻഷാ അല്ലാഹ്. അല്ലാഹു തൗഫീഖ് തരട്ടെ. 40 ദിവസം ജുമുഅ ജമാഅത്തുകൾ കൃത്യത വെക്കുന്നവന് കാപട്യത്തിൽ നിന്ന് അല്ലാഹു മോചനം നൽകും, നരകത്തിൽ നിന്ന് അല്ലാഹു മോചനം നൽകും. സയ്യിദുനാ റസൂലുള്ളാഹി ബറാഅത്തും മിനൻ നാരി വ ബറാഅത്തും മിനൻ നിഫാഖ്. അല്ലാഹു തൗഫീഖ് തരട്ടെ. ഈ 2 കാര്യത്തിൽ മോചനമായിട്ട് രക്ഷപ്പെട്ടു. നരകീയ മോചനം കിട്ടാൻ വേണ്ടിയാണ് ഈ റമദാനിൽ അമൽ ചെയ്ത് അവസാനത്തെ 10 പൊട്ടിക്കരഞ്ഞ അല്ലാഹുമ്മ അഅ്തിഖ്നി മിനൻ നാർ, നരകത്തിൽ നിന്ന് മോചിപ്പിക്കണേ, സ്വർഗ്ഗത്തിൽ പ്രവേശിപ്പിക്കണേ എന്ന് ദ്വാരക്കുന്നത്. അത് കിട്ടണമെങ്കിൽ എന്ത് വേണം? 40 ദിവസം ജുമുഅ ജമാഅത്ത് പുരുഷന്മാർ ശ്രദ്ധിക്കാൻ, സ്ത്രീകളും ആദ്യ വഖത്ത് ശ്രദ്ധിക്കാൻ. 40 ദിവസം. അല്ലാഹു തൗഫീഖ് തരട്ടെ. ഒറ്റ വഖത്ത് ഒഴിയരുത്. നാളത്തെ സുബഹി മുതൽ പള്ളിയിൽ തന്നെ പോകണം. തഹജ്ജുദ് നിസ്കരിക്കണം. 2 റക്അത്ത് തഹജ്ജുദ് നിസ്കരിച്ചിട്ട് പൊട്ടിക്കരഞ്ഞ് സുബഹിക്കുമ്പോൾ ദുആ ചെയ്യണം. പടച്ചവനോട് ദുആ ചെയ്യണം. തൗബ ചെയ്ത് ദ്വാരക്കണം. അസ്തഗ്ഫിറുല്ലാഹല്ലദി ഒരു 100 എണ്ണം ചൊല്ലി സലാത്ത് അധികരിപ്പിക്കൽ. സലാത്ത് കൊണ്ട് കൽപ്പിക്കപ്പെട്ടതാകുന്ന മാസമാണ് ഈ വിശുദ്ധമായ മാസം. സലാത്ത് അധികരിപ്പിക്കൽ, നല്ലതുപോലെ സലാത്ത് ഇല്ലേ, ആ സലാത്തിന്റെ എണ്ണം ഇൻഷാ അല്ലാഹ് നമ്മുടെ തഅലീമിന്റെ അവസാന ഭാഗം റമദാനിലെ 27 ഇൻഷാ അല്ലാഹ് നിങ്ങൾ പറയും. അല്ലാഹു തൗഫീഖ് തരട്ടെ. മുഅ്മിനേ മുഅ്മിനത്തേ, ശബ്ദം ശ്രവിക്കുന്ന പ്രിയപ്പെട്ട ഉമ്മ, നമ്മളെല്ലാവരും കരയുമേ കരയുമേ, മരിക്കുന്ന വേളയിൽ ഹൃദയം നൊമ്പരപ്പെടുമേ എന്ന് ഹബീബുനാ ശഫീഉനാ റസൂലുള്ളാഹി. അമല് കുറഞ്ഞു പോയല്ലോ എന്ന് ചിന്തിച്ചിട്ട് അങ്ങനെ കരയും. മോമിനിന്റെ കാര്യം പറഞ്ഞത് കേട്ടോ. മോമിൻ കരയുമെന്ന് അള്ളാഹു മനസ്സിലാക്കാൻ തൗഫീഖ് തരട്ടെ. അതിന്റെ അർത്ഥം മുനാഫിക്കും കാഫിറും കരയൂല. നമ്മുടെ കൂട്ടത്തിൽപ്പെട്ടവർ കരയുന്നില്ലല്ലോ ഉസ്താദ്. വാപ്പ മരിച്ചപ്പോൾ ഞാൻ അടുത്തുണ്ട്, അല്ലെങ്കിൽ ഇന്ന കുടുംബാതിൽ മരണപ്പെട്ടപ്പോൾ അടുത്തുണ്ട്, ഒരു കരച്ചിലും ഇല്ലായിരുന്നു, അവരുടെ മനസ്സിലൊന്നും ഒരു വിഷമോ ഇല്ലായിരുന്നു. ഒന്നും കണ്ടില്ലല്ലോ. അവര് കരയുന്നത് ദുനിയാവിന് വേണ്ടിയായിരിക്കും. അത്തരത്തിലുള്ള ആളുകൾ. മോമിനായ മനുഷ്യൻ കരയുക ആഖിറത്തിലേതാകുന്ന ഹിസാബിടപ്പെടുന്നതിനെ കുറിച്ച് ചിന്തിച്ച്, ഖബറിനെ കുറിച്ച് ചിന്തിച്ച്, ഈ ഭൗതിക ലോകത്ത് ഈ നന്മ ചെയ്യാൻ സാധിച്ചില്ലല്ലോ എന്ന് ചിന്തിച്ചുകൊണ്ട് കരയും. ഒന്നും കൂടുതലൊന്നും ചെയ്യാൻ പറ്റിയില്ലല്ലോ, അങ്ങനെ കരുതുക. ആരായി കരയുന്ന ആരാ? മോമിനാണ്. മോമിൻ എന്ന് പറഞ്ഞാൽ അവൻ 5 വഖത്ത് നിസ്കരിക്കുന്ന ആള് തന്നെയാണ്. അവനെല്ലാ നോമ്പ് അനുഷ്ഠിച്ചവനാണ്, അവനെല്ലാ സക്കാത്തും കൊടുത്തവനാണ്, അവനെല്ലാ സദഖകളും ചെയ്തവനാണ്, അവനെല്ലാ ഹദിയകളും നിർവഹിച്ചവനാണ്. അവന്റെ ജീവിതത്തിൽ ഒരു കറാഹത്ത് പോലും ഇല്ല, കാരണം അവൻ മുഅ്മിനാണ്. അങ്ങനത്തെ മുഅ്മിൻ കരയുമെന്ന് സയ്യിദുനാ റസൂലുള്ളാഹി. അല്ലാഹു നമ്മളെ ആ മുഅ്മിനീങ്ങളിൽ ഉൾപ്പെടുത്തുമാറാവട്ടെ. മുഅ്മിനായ മനുഷ്യൻ കരയും. ചിന്തിക്കണം, അത് വല്ലാത്തൊരു വാക്കാണ് പ്രവാചകൻ പറഞ്ഞത്. പറഞ്ഞാൽ കപട വിശ്വാസി, ഈമാനിൽ കാപട്യത പുലർത്തിക്കൊണ്ട് നടക്കുന്നവൻ ഒരിക്കലും കരയൂല. അവനൊരു ദുഃഖവും, ഒരു പ്രയാസവും ഇല്ല, ഒരു വിഷമവും ഇല്ല, ഒന്നുമില്ല അവന്റെ മനസ്സിൽ. ദുന്യാവ് പോകുമെന്ന് ഓർത്തിട്ടവൻ കരയും, അതേ ഉള്ളൂ. ദുന്യാവ് പോകുമോ എന്ന് ഓർത്തിട്ടവൻ കരയും. അള്ളാഹു നമ്മുടെ ജീവിതത്തിൽ സന്തോഷം നൽകി അനുഗ്രഹിക്കട്ടെ. ആഖിറത്തിന് വേണ്ടി പ്രയത്നിക്കാൻ അള്ളാഹു തൗഫീഖ് തരട്ടെ. ഇതൊക്കെ നശിക്കാൻ പോവാണ്, എല്ലാം ഇല്ലാതാകാൻ പോവാണ്. ആഖിറത്തിന് വേണ്ടി തയ്യാറായിക്കോ, അതിനുവേണ്ടി തയ്യാറായി. റമളാനിന് മുന്നൊരുക്കം നടത്തേണ്ടത് ഇങ്ങനെയാണ്. നോമ്പുകൾ നോറ്റു വിടാനുള്ളതെല്ലാം നോറ്റു വീട്ടിയിട്ട് ശ്രദ്ധിക്കുക. റമളാന് മുമ്പ് എല്ലാ ഇടപാടുകളും കൊടുത്തു തീർക്കുക.
കടബാധ്യതകളുണ്ടെങ്കിൽ അതെല്ലാം തീർക്കുക. എന്തിനു വേണ്ടി? റമദാൻ പരിപൂർണമായി നമ്മളിൽ നിന്നും സ്വീകരിക്കപ്പെടാൻ വേണ്ടി. കാരണം ഒരാൾക്ക് നമ്മൾ കൊടുക്കാനുള്ള ഒരു 10,000 രൂപ, അതിന്റെ പേരിൽ നമ്മുടെ അമലുകൾക്ക് സ്വീകാര്യത കുറയരുത്. അതുകൊണ്ടാണ്. ഇനി കടം കൊടുക്കാൻ തിരിച്ചില്ലേ, അദ്ദേഹത്തെ കണ്ടിട്ട് പറയാ, റമദാൻ കഴിഞ്ഞിട്ട് ഇൻഷാ അല്ലാഹ് ഞാൻ എങ്ങനെയെങ്കിലും ഒപ്പിച്ചുതരാം. അങ്ങനെ അതാണ് മാന്യത. അല്ലാതെ അദ്ദേഹം ഫോൺ വിളിച്ചെടുക്കാതിരിക്കുക, മുങ്ങി നടക്കുക, അതല്ല. അവരുമായിട്ടുള്ള ബാധ്യതകൾ വീട്ടുക. കുടുംബക്കാർ തമ്മിൽ എന്തെങ്കിലും പ്രശ്നങ്ങളോ പിണക്കങ്ങളോ ഉണ്ടോ, പോയി കണ്ടിട്ട് പൊരുത്തപ്പെടിക്കണം. ബന്ധങ്ങൾ പുതുക്കൻ. നബിയനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ്, സിലൂ അർഹാമകും വലൂ ബിസ്സലാം, സിലൂ അർഹാമകും വലൂ ബിസ്സലാം. നബിയനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഉറപ്പെടുത്തുകയാണ്, ഒരു സലാം പറയലുണ്ടെങ്കിലും നിങ്ങളുടെ ബന്ധങ്ങൾ നിങ്ങൾ ചേർക്കണേ എന്ന് നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. എത്രയോ ആളുകൾ ഇന്ന് ബന്ധങ്ങൾ വിച്ഛേദിച്ചുകൊണ്ട് നിലകൊള്ളുന്നവരാണ്. ഭാര്യയും ഭർത്താക്കന്മാരും തമ്മിൽ 2 ധ്രുവങ്ങളിലാണ്. കിടക്കയിൽ തന്നെ മാറിക്കിടക്കുകയാണ്. സ്വന്തം കുടുംബങ്ങൾ തന്നെ ശൈഥല്യമാണ്. ആരാണിത് പഠിപ്പിച്ചത്? പരിശുദ്ധ പ്രവാചകരുടേതാകുന്ന തിരിച്ചറിയാണോ? വിവാഹം കഴിഞ്ഞ് ആദ്യത്തെ 1 മാസം റാഹത്തായി കുടുംബജീവിതം നയിക്കുന്നതാകുന്ന ആളുകൾ 2-3 മാസം കഴിയുമ്പോൾ അവർക്കിടയിൽ ഒരു കുട്ടി കടന്നു വരുമ്പോൾ 2 പേരും കിടക്കയിൽ തിരിഞ്ഞു കിടക്കുന്ന അവസ്ഥയാണ്. പിന്നീട് 2 കട്ടിലിട്ടുകൊണ്ട് ഒരേ റൂമിൽ തന്നെ മാറിക്കിടക്കുന്ന അവസ്ഥയാണ്. വർഷങ്ങൾ കഴിയേണ്ടതില്ല. ഭർത്താവ് മറ്റൊരു റൂമിൽ, ഭാര്യ മറ്റൊരു റൂമിലൂടെ കടക്കുകയാണ്. ആരാണ് പഠിപ്പിച്ചത്? സഹോദര സഹോദരി, 2 പേർക്കും ഇടയിലുള്ള സ്നേഹബന്ധങ്ങൾക്ക് വിള്ളൽ വരികയല്ലയോ? ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ജീവിതമെന്ന് പഠിക്കണേ ചെറുപ്പക്കാരാ. പരിശുദ്ധ പ്രവാചകന്റെ ജീവിതമെന്ന് പഠിക്കണേ പെങ്ങളെ. വൈവാഹിക ജീവിതത്തിലേക്ക് കാലെടുത്ത് വെക്കുന്നതാകുന്ന സർവരും, ആ ജീവിതത്തിലൂടെ കഴിഞ്ഞു പോകുന്നതാകുന്ന മുഴുവൻ സഹോദര സഹോദരിമാരും പഠിച്ചു വെക്കേണ്ടതാകുന്ന ജീവിതമാണ്. ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ സംശുദ്ധമായ ജീവിതം 63 വയസ്സ് വരെ പ്രവാചകർ ജീവിച്ചുവല്ലോ. 23 വർഷക്കാലം പരിശുദ്ധമായ ദീനീ പ്രബോധന മേഖലയിൽ അല്ലാഹുവിന്റെ റസൂല് പരിശുദ്ധമായ ജീവിതം നയിച്ച വ്യക്തിത്വമാണ്. തന്റെ 25-ാമത്തെ വയസ്സിൽ ഖദീജ ബീവി റളിയല്ലാഹു അൻഹ വിവാഹം ചെയ്തതായ പരിശുദ്ധ പ്രവാചകർ 63-ാമത്തെ വയസ്സിൽ തന്റെ രോഗശയ്യയിൽ കിടക്കുന്ന വേളയിൽ പരിശുദ്ധമാക്കപ്പെട്ടതായ റബീഉൽ അവ്വലിന്റെ പിറ വരുന്നതിന് മുമ്പ് തന്റെ പ്രിയപ്പെട്ടതാകുന്ന ഭാര്യമാരെ വിളിച്ചുകൊണ്ട് പറയുകയാണ്, നിങ്ങൾ അനുവാദം നൽകിയാൽ എന്റെ അവസാനം ഞാൻ കാഴ്ചവെക്കാൻ ഉദ്ദേശിക്കുന്നത്, ഞാൻ ജീവിച്ചു തീർക്കാൻ ഉദ്ദേശിക്കുന്നത് എന്റെ പ്രിയപ്പെട്ടതാകുന്ന ആയിഷയോടൊപ്പമാണ്. എല്ലാ ഭാര്യമാരും അനുവാദം കൊടുക്കുകയാണ്. ആയിഷ ബീവി റളിയല്ലാഹു അൻഹയോടൊപ്പം റസൂലുള്ള സന്തോഷമുള്ള ജീവിതം നയിക്കുകയാണ്. എല്ലാ ഭാര്യമാർക്കും ഊഴം നിശ്ചയിച്ചു കൊടുത്തിരുന്ന പ്രവാചകൻ തന്റെ അവസാനത്തെ ഘട്ടം കടന്നു വന്നപ്പോ മറ്റുള്ള ഭാര്യമാരോട് അനുവാദം ചോദിക്കുകയാണ്. എത്ര വലിയ മാന്യതയാണ് കുടുംബ ജീവിതത്തിൽ റസൂലുള്ള കാണിക്കുന്നത്, വൈവാഹിക ജീവിതത്തിൽ ലോകത്തിന് പഠിപ്പിക്കുന്നത്. തന്റെ പ്രിയപ്പെട്ട ഭാര്യമാരുടെ അനുവാദമില്ലാതെ പോയാലും അള്ളാഹുവിന്റെ കോടതിയിൽ ഒരു ഹിസാബും റസൂലുള്ളാഹിക്ക് നേരിടേണ്ടി വരികയില്ല. കാരണം അത്രമേൽ കൃത്യമായി വൈവാഹിക ജീവിതം അടയാളപ്പെടുത്തിയ വ്യക്തിയാണ്. എന്നിട്ട് പോലും പരിശുദ്ധ പ്രവാചകൻ അനുവാദം ചോദിക്കുകയാണ്. കാരണം കടമയും കർത്തവ്യവും പരിപൂർണമായി പൂർത്തീകരിക്കുകയാണ്. നാളെ ഇതിന്റെ പേരിൽ ഖബറിൽ മുഹമ്മദിനെ ചോദ്യം ചെയ്യപ്പെടരുത്. ഇതിന്റെ പേരിൽ നാളെ ഹിസാബ് ഇടപെടരുത്. ഇതിന്റെ പേരിൽ നാളെ മഖാമു മഹ്മൂദ് തടയപ്പെടരുത്. ഇതിന്റെ പേരിൽ ശഫാഅത്ത് എനിക്ക് ഉപേക്ഷിക്കപ്പെടരുത്. അതുകൊണ്ട് തന്നെ അല്ലാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അതൊരു തന്റെ പ്രിയപ്പെട്ടതാകുന്ന ഭാര്യമാരോട് ആ കടമ ചോദിക്കുകയാണ്, കർത്തവ്യം നിർവഹിക്കുകയാണ്. എല്ലാവരും പരിപൂർണമായി സമ്മതം മൂളി. ആയിഷ ബീവി റളിയല്ലാഹു അൻഹ പറയുകയാണ്, എനിക്ക് വല്ലാത്ത സന്തോഷമാണ്, എനിക്ക് വല്ലാത്ത ആനന്ദമാണ്. കാരണം അല്ലാഹുവിന്റെ റസൂലിനെയാണ് എന്റെ ജീവിത സഖിയായി കിട്ടിയിട്ടുള്ളത്. ആ പ്രവാചകരോടൊപ്പമുള്ള അവസാനത്തെ നിമിഷമാണ്.
നിമിഷമാണ്. ആയിഷ ബീവി റളിയല്ലാഹു അൻഹയോടൊപ്പമുള്ളതാകുന്ന ജീവിതം, ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുമായുള്ള ജീവിതം, ആയിഷ ബീവി റളിയല്ലാഹു അൻഹ പറയുന്നു, എത്ര വലിയ സന്തോഷകരമാണ് ഞങ്ങൾക്കിടയിലുണ്ടായി തീർന്നിട്ടുള്ളത്. അവസാനം ആ പരിശുദ്ധ പ്രവാചകൻ എന്റെ നെഞ്ചിന്റെയും എന്റെ തൊടയുടെയും ഇടയിൽ എന്റെ മടിത്തട്ടിൽ തലവെച്ച് കടന്നുകൊണ്ടാണ് വഫാത്തായത്. എത്ര വലിയ വാക്കാണ് ആയിഷ ബീബി റളിയല്ലാഹു അൻഹ പറയുന്നത്. ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് വേണമെങ്കിൽ പരിശുദ്ധമായ മദീന പള്ളിയിലെ മിമ്പറിൽ ചാരി വെച്ചുകൊണ്ട് തല ചാരിച്ചു വെച്ചുകൊണ്ട് മരണപ്പെടാം. പരിശുദ്ധമാക്കപ്പെട്ടതായ റൗളയിൽ അല്ലാഹുവിന്റെ റസൂലിന് വേണമെങ്കിൽ വഫാത്താകാം. പരിശുദ്ധ പ്രവാചകൻ വഫാത്തായി തിരഞ്ഞെടുത്തതാകുന്ന സ്ഥലം ഏതൊരു സ്ഥലമാണ് പെങ്ങളെ? പഠിച്ചു വെക്കണേ ചെറുപ്പക്കാരാ. ഒരു ചെറിയ പ്രശ്നത്തിന്റെ മേലെ ഭാര്യയും ഭർത്താവും പിണങ്ങി ജീവിക്കുന്നതാകുന്ന സമൂഹം. കരുനാഗപ്പള്ളിയിലെ എത്രയെത്ര കേസുകളാണ് ഇന്നും മഹല്ലത്തുകൾ കെട്ടിക്കിടക്കുന്നത്. എത്രയോ മഹല്ലത്തുകളിൽ പ്രശ്നങ്ങളാണ്. ഒരു ചെറിയ വിഷയമുണ്ടാകുമ്പോ ഭാര്യയും ഭർത്താവും പിണക്കം വെക്കുന്നതായ ആളുകൾ. പഠിച്ചു വെക്കേണ്ട പാഠമാണ്. 25-ാമത്തെ വയസ്സിൽ വിവാഹം കഴിച്ച പ്രവാചകൻ നീണ്ടതാകുന്ന വർഷങ്ങൾക്ക് അവസാനം 63-ാമത്തെ വയസ്സിൽ വഫാത്താകുന്ന സമയത്ത് തന്റെ റൂഹ് അസ്റായീൽ അലൈഹിസ്സലാം അനുവാദം ചോദിച്ചുകൊണ്ട് പിടിക്കുന്ന വേളയിൽ തന്റെ പ്രിയപ്പെട്ട ഭാര്യയുടെ മടിത്തട്ടിൽ തലവെച്ചുകൊണ്ട് കടന്ന് ലോകത്തിന് മുഴുവനും വലിയതാകുന്ന വൈവാഹിക ജീവിതത്തിന്റെ മകുടോദാഹരണം തീർത്തതായ ഹബീബ് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നമുക്ക് സാധിക്കുമോ മുസ്ലിമേ? നമുക്ക് സാധിക്കുമോ പെങ്ങളെ? നമുക്കതിനു വേണ്ടി കഴിയണം. നമ്മുടെ കുടുംബ ജീവിതം അത്തരത്തിലായി മാറണം. വൈവാഹിക ജീവിതത്തിലൂടെയുള്ളൂ കുടുംബ ജീവിതത്തിലേക്ക് കടക്കുകയുള്ളൂ. നിന്റെ ജീവിതത്തിന്റെ സംശുദ്ധത അവിടെ മുതൽ കടന്നു വരൽ അനിവാര്യമാണ്. ഇന്ന് നമ്മൾ പലരും മോശപ്പെട്ടതാകുന്ന ശൈലിയാണ്. ഈ സമൂഹത്തിൽ അറിയപ്പെടണം, അതിനെന്റെ മകളുടെ കല്യാണം കാരണമാകണം, അതിന് ഏറ്റവും വില കൂടിയതാകുന്ന ഓഡിറ്റോറിയം, ദിവസത്തിന് മണിക്കൂറിന് പറയുന്നതാകുന്ന സ്ഥലം ബുക്ക് ചെയ്യണം. ആരാണ് മുസ്ലിമേ നിനക്ക് പണം നൽകിയത്? ആരാണ് നിനക്ക് അധികാരത്തിന്റെ പരമോന്നത പദവി നൽകിയത്? ഒരു കാലഘട്ടത്തിൽ മുച്ചക്ര വാഹനം ഊട്ടിക്കൊണ്ട് ഈ കരുനാഗപ്പള്ളിയിലൂടെ നടന്നവനല്ലയോ ഇന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പണത്തിന്റെ പളവളപ്പ് നിന്റെ കൈകളിലേക്ക് നൽകിയപ്പോ ആ അല്ലാഹുവിനെ മറക്കുകയാണോ? ജഗന്നിയന്താവിനെ മറക്കുകയാണോ? മകന്റെയും മക്കളുടെയും കല്യാണം നാട്ടുകാരെയും പണക്കാരെയും ധനികരെയും വിളിച്ചു വരുത്തിയിട്ട് പാവപ്പെട്ടതാകുന്ന ഉലമാക്കളെ, പാവപ്പെട്ടതാകുന്ന പട്ടിണി പാവങ്ങളെ, നാട്ടിലുള്ളതാകുന്ന സജ്ജനങ്ങളെ, സ്വാലിഹീങ്ങളാകുന്ന ആളുകളെ കല്യാണത്തിന് ക്ഷണിക്കാതെ ആർഭാടം നടത്തുന്ന മുസ്ലിമേ, കൂത്തരങ്ങൾ ഉണ്ടാക്കുന്ന മുസ്ലിമേ, ഗാനമേള ട്രൂപ്പുകൾ സംഘടിപ്പിക്കുന്ന മുസ്ലിമേ, അർദ്ധനഗ്നയാകുന്ന സ്ത്രീകളെ കൊണ്ടുവന്ന് വേശ്യാവൃത്തി പോലെ ഉള്ളതാകുന്ന ഡാൻസ് പ്രോഗ്രാമുകൾ നടത്തി ജനങ്ങളെ പുളകം കൊള്ളിക്കുന്നതാകുന്ന യുവാക്കളെ, പഠിച്ചു വെക്കണേ. ഹിസാബിടുകയില്ലയോ? ആഖിറത്തിൽ വലിയതാകുന്ന ഹിസാബല്ലയോ? എന്തുകൊണ്ടാണ് കുടുംബ ബന്ധങ്ങൾ തകർന്നു പോകുന്നത്? വൈവാഹിക ജീവിതം ശാശ്വതമാകാത്തത് എന്തുകൊണ്ടാണ്? ആഖിറത്തിലേക്ക് മക്കൾ ഉപയോഗപ്പെടാത്തത് എന്തുകൊണ്ടാണ്? ഖബറിന്റെ അരികിൽ വന്നുകൊണ്ട് അസ്സലാമു അലൈക്കും പറയാൻ, അസ്സലാമു അലൈക്കും യാ അബീ, അസ്സലാമു അലൈക്കും യാ ഉമ്മീ, വാപ്പാ ഉമ്മ എന്ന് പറഞ്ഞുകൊണ്ട് പൊട്ടിക്കരഞ്ഞുകൊണ്ട് മക്കൾ വന്നുകൊണ്ട് ഖബറിങ്കൽ സലാം പറയാത്തത് എന്താണ്? വാപ്പയുടെയും ഉമ്മയുടെയും വിവാഹം ഒരു കാലഘട്ടത്തിൽ കരുനാഗപ്പള്ളിയെ പുളകം പൊളിയിച്ച കല്യാണമാണ്, വലിയ ഗംഗേമമാണ്. ഓഡിറ്റോറിയങ്ങൾ ഉണ്ടായിട്ട് പോലും അതിൽ കേവലം 20,000-ഓ 50,000-ഓ വാടക കൊടുത്താൽ കിട്ടുന്ന ഓഡിറ്റോറിയങ്ങൾ ഉണ്ടായിട്ട് പോലും പ്രവിശാലമായ ഓഡിറ്റോറിയങ്ങൾ ഉപേക്ഷിച്ചുകൊണ്ട് നാട്ടിൽ വലിയതാകുന്ന പന്തലിടുകയാണ്. ആ പന്തലിൽ വലിയതാകുന്ന മന്താപ്പുകൾ ഉണ്ടാക്കുകയാണ്, വലിയതാകുന്ന ആർഭാട സൗകര്യങ്ങൾ ഉണ്ടാക്കുകയാണ്. തന്റെ മുറ്റം നിറയെ വലിയ പന്തലിടുകയാണ്. കോടികൾ വിലമതിക്കുന്നതാകുന്ന ആർഭാടങ്ങൾ കൊണ്ടുവന്ന് തൂർത്തടിക്കുകയാണ്. എത്രയോ ഭക്ഷണങ്ങളാണ് കുഴിച്ചു മൂടുന്നത്. തൊട്ടപ്പുറത്ത് നിന്റെ അയൽവാസിയാകുന്ന അന്യമതത്തിൽപ്പെട്ട സഹോദര സമുദായത്തിൽപ്പെട്ട ആളുകൾ പട്ടിണി കിടക്കുന്നുണ്ട് എങ്കിൽ വയറ് നിറച്ചു ഉണ്ണുന്നവൻ എന്നിൽ പെട്ടവനല്ല എന്ന് ഹബീബുനാ റസൂലുള്ളാഹി. ഇതെല്ലാം സദസ്സുകൾ കിട്ടുമ്പോ, രാഷ്ട്രീയത്തിന്റെ ആകട്ടെ സമുദായത്തിന്റെ ആകട്ടെ സദസ്സുകൾ കിട്ടുമ്പോ കേറി നിന്നുകൊണ്ട് പ്രസംഗിക്കുന്ന ആളുകൾ സ്വന്തം ജീവിതത്തിലേക്ക് കടന്നു വന്നപ്പോ അത്തരത്തിലുള്ളതാകുന്ന സമുദായത്തിന്റെ
നേതൃത്വം വലിയ വലിയതാകുന്ന ആത്മീയതാകുന്ന പ്രഭയുണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് തലയിൽ തൊപ്പി വെച്ചുകൊണ്ട് നെറ്റിയിൽ തഴമ്പുള്ളതാകുന്ന ആളുകൾ അള്ളാഹുവിന്റെ ദീനിനെ സഹായിക്കാതെ കുഫിരിയത്തിന്റെ അഖിലുകാരുമായി ചങ്ങാത്തം പുൽകിക്കൊണ്ട് പ്രവർത്തനങ്ങൾ നടത്തുന്ന മുസ്ലിമീങ്ങളായി മാറിയില്ലയോ? നാളെ പടച്ച റബ്ബിന്റെ ദർബാറിൽ ഹിസാബിടപ്പെടുകയാണ്. മക്കൾ വഴിവഴയ്ക്കുകയാണ്. വാപ്പ വിളിച്ചാൽ തിരിഞ്ഞു നോക്കാത്ത മക്കൾ ഈ ദുനിയാവിലും പ്രയോജനപ്പെടുന്നില്ല, ഖബറിന്റെ സമീപത്തേക്ക് വരുന്നില്ല, ആഖിറത്തിലും പ്രയോജനവുമില്ല. സമ്പത്ത് മാത്രം മക്കൾ കൊണ്ടുപോവുകയാണ്. വാപ്പയുടെ സമ്പത്ത് മാത്രം ലക്ഷ്യം വെച്ചുകൊണ്ട് കൊണ്ടുപോകുകയാ. ഞാൻ അതുകൊണ്ട് തന്നെ സ്നേഹത്തോടുകൂടി പറയുന്നു, വൈവാഹിക ജീവിതത്തിലേക്ക് കാലെടുത്തു വെക്കുമ്പോ വളരെയേറെ ഗൗരവത്തിൽ ശ്രദ്ധിക്കണേ. മോശപ്പെട്ട ആർഭാടങ്ങൾ കുറയ്ക്കണേ. എന്തേ മുസ്ലിമേ പള്ളി നമ്മൾ തെരഞ്ഞെടുക്കാത്തത്? വെള്ളിയാഴ്ച ദിവസം എന്തുകൊണ്ടാണ് നിക്കാഹിനെ തെരഞ്ഞെടുക്കാത്തത്? അൽഹംദുലില്ലാഹ്, 100 കണക്കിന് ആളുകൾക്ക് മാറ്റമുണ്ടായിട്ടുണ്ട്. ഈ കരുനാഗപ്പള്ളിയിലെ സെൻട്രൽ പള്ളിയിലെ മെമ്പറിൽ വെച്ചുകൊണ്ട് പറഞ്ഞതിന്റെ അടിസ്ഥാനത്തിൽ 100 കണക്കിന് വിശ്വാസികൾ വെള്ളിയാഴ്ച ദിവസം തന്റെ പ്രിയപ്പെട്ട മക്കളുടെ വിവാഹം റാഹത്തായി നടത്തുന്നവരുണ്ടായിട്ടുണ്ട്. അല്ലാഹുവേ, നീ അവരുടെ ജീവിതത്തിൽ ബറക്കത്ത് നൽകണേ അല്ലാ, ഐശ്വര്യം കൊടുക്കണേ അല്ലാ. അന്യ സമുദായത്തിലെ ആളുകൾ വലിയ സംഭവമായി കാണിക്കുന്നതാകുന്ന ആഴ്ചകളിൽ, അത്തരത്തിലുള്ള ദിവസങ്ങളിൽ, അവരുടേതാകുന്ന പ്രോഗ്രാമുകൾ ചാർട്ട് ചെയ്യുന്നതാകുന്ന ദിവസങ്ങളിൽ തന്റെ പ്രിയപ്പെട്ട മക്കളുടെ വിവാഹം നടത്താൻ വേണ്ടി തുനിയുന്നവരെ, പള്ളി മാറ്റിയിട്ട് കമ്പോളം തിരഞ്ഞെടുക്കുന്നവരെ, അള്ളാഹുവിന് ദേഷ്യമുള്ള സ്ഥലമല്ലയോ പള്ളിയല്ലേ അള്ളാഹുവിന് ഏറ്റവും ഇഷ്ടപ്പെട്ട ഭവനം? എങ്ങനെയാണ് ജീവിതത്തിൽ ബറക്കത്തുണ്ടാവുക? നിന്റെ കുടുംബ ജീവിതത്തിന്റെ തുടക്കമാകുന്ന നിന്റെ വാപ്പയുടെയും ഉമ്മയുടെയും കല്യാണത്തിന്റെ തുടക്കം തന്നെ ഹറാമാണ്, ഹറാമാണ്. അതുകൊണ്ട് തന്നെ അവിടെ മുതൽക്കൊന്ന് ശ്രദ്ധിക്കണേ. വൈകാരിക ജീവിതം റാഹത്താകുമേ, റാഹത്താകുമേ. അല്ലാഹു തൗഫീഖ് തരട്ടെ, അല്ലാഹു തൗഫീഖ് തരട്ടെ. നിങ്ങൾക്ക് എന്താ ആമീൻ പറയാത്ത? അല്ലാഹു തൗഫീഖ് തരട്ടെ. പിടങ്ങി നിൽക്കുന്നതാകുന്ന ഭാര്യ ഭർത്താക്കന്മാർ, ഭാര്യ അങ്ങോട്ട് കയറിയിട്ട് അസ്സലാമു അലൈക്കും പറയണം. എന്തിനാ മടിക്കുന്നത്? അങ്ങനെ പറയണം. പരിശുദ്ധ പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അങ്ങനെയല്ലേ പഠിപ്പിച്ചത്? പ്രവാചകന്റെ പ്രിയപ്പെട്ട മക്കളുടെ ജീവിതം പരിശോധിച്ചു നോക്ക്. ഫാത്തിമ ബീബി റളിയല്ലാഹു അൻഹ അടക്കമുള്ളതാകുന്ന മഹിളകളുടെ ജീവിതം പരിശോധിച്ചു നോക്ക്. അങ്ങനെയല്ലേ അവർ ജീവിതശൈലി ഉണ്ടായിരുന്നത്.